കണ്ണീരും കാത്തിരിപ്പും ഒന്നിച്ചു പെയ്യാൻ പോകുന്ന രാവുകളാണിനി. ഒരു സാധാരണ ലോകകപ്പ് മാത്രമല്ലിത്. നമ്മുടെ കൗമാരത്തെയും യൗവനത്തെയും പ്രണയം കൊണ്ടും ഭ്രാന്ത് കൊണ്ടും തളച്ചിട്ട ഒരു സുവർണ തലമുറയുടെ അവസാന നൃത്തമാണ് അരങ്ങേറുന്നത്. ആദ്യം പറയേണ്ടത് ക്രിസ്ത്യാനോ റൊണാൾഡോയെ കുറിച്ചാണ്. 41 വയസ്സ്. കഠിനാധ്വാനത്തിന്റെ പര്യായമായ പോർച്ചുഗീസ് നായകൻ തന്റെ 6ാമത്തെയും അവസാനത്തെയും ലോകകപ്പിനാണ് കൂട്ടുകെട്ടുന്നത്. കരിയറിൽ നേടാൻ കഴിയുന്നതെല്ലാം സ്വന്തമാക്കിയിട്ടും ലോകകപ്പ് എന്ന കനകകിരീടം മാത്രം ഇപ്പോഴും റൊണാൾഡോയ്ക്ക് ഒരു സ്വപ്നമാണ്. പോർച്ചുഗലിന്റെ ചുവപ്പും പച്ചയും കലർന്ന ജേഴ്സിയിൽ ആ 7ാം നമ്പറുകാരൻ ഇനിയൊരു ലോകകപ്പിൽ ഉണ്ടാകില്ല എന്നത് അത്രമേൽ വേദനാജനകം തന്നെയാണ്. മറുവശത്ത് ലയണൽ മെസ്സി എന്ന അത്ഭുതമുണ്ട്. 38 വയസ്സുള്ള മെസ്സി ഈ ടൂർണമെന്റിനിടയിലാണ് തന്റെ 39ാം ജന്മദിനം ആഘോഷിക്കുന്നത്. ഖത്തറിൽ വെച്ച് ലോക കിരീടത്തിൽ മുത്തമിട്ട് തന്റെ ഫുട്ബോൾ കരിയർ അദ്ദേഹം ഏറ്റവും മനോഹരമാക്കിയതാണ്. തന്റെ 6ാമത്തെ ലോകകപ്പിൽ അർജന്റീനയുടെ നീലയും വെള്ളയും ജേഴ്സിയിൽ മെസ്സി വീണ്ടും എത്തുന്നു. ഇത്തവണ കിരീടത്തിന്റെ സമ്മർദ്ദമില്ലാതെ ഫുട്ബോൾ ലോകത്തോട് മനോഹരമായി വിട പറയാൻ വേണ്ടിയാണ് ആ മാന്ത്രികൻ വരുന്നത്. മൈതാനത്തെ പുൽത്തരികളെ പോലും പ്രേമിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന വശ്യമായ നീക്കങ്ങളും നിമിഷങ്ങളും കൊണ്ട് അയാൾ ഈ ലോകകപ്പ് വേദികളും കീഴടക്കുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ. ബ്രസീലിന്റെ സുൽത്താൻ നെയ്മർ ജൂനിയർ ആണ് മറ്റൊരാൾ. 34 വയസ്സ് മാത്രമാണ് പ്രായമെങ്കിലും കടുത്ത പരിക്കുകൾ വേട്ടയാടിയ നെയ്മർ ഇത് തന്റെ അവസാന ലോകകപ്പായിരിക്കുമെന്ന് ഇതിനോടകം വ്യക്തമാക്കിയിട്ടുണ്ട്. മനോഹരമായ സാമ്പാ ചുവടുകളോടെ ഒരിക്കൽ കൂടി അയാൾ വേദികൾ ധന്യമാക്കട്ടെ എന്നാണ് ഏവരുടെയും പ്രാർത്ഥനയും പ്രതീക്ഷയും. ക്രൊയേഷ്യയുടെ മധ്യനിരയിലെ മാന്ത്രികൻ ലൂക്ക മോഡ്രിച്ച് ആണ് മറ്റൊരു താരം. 40 വയസ്സുള്ള ഈ ഇതിഹാസം തന്റെ 5ാമത്തെ ലോകകപ്പിനാണ് ഒരുങ്ങുന്നത്. ക്രൊയേഷ്യയെ ലോകകപ്പിന്റെ ഫൈനലിലേക്കും 3ാം സ്ഥാനത്തേക്കും നയിച്ച മോഡ്രിച്ച് തന്റെ കരിയറിലെ അവസാന കൺസേർട്ടിനാണ് ഇത്തവണ ഇറങ്ങുന്നത്. ബെൽജിയത്തിന്റെ സുവർണ തലമുറയുടെ ചാലകശക്തിയായ കെവിൻ ഡി ബ്രൂയിനെ, ഈജിപ്തിന്റെ രാജകുമാരൻ മുഹമ്മദ് സലാ, നെതർലാൻഡ്സിന്റെ കോട്ട കാക്കുന്ന വിർജിൽ വാൻ ഡൈക്ക്, സെനഗലിന്റെ സാദിയോ മാനെ, ഏഷ്യൻ ഫുട്ബോളിന്റെ അഭിമാനമായ ദക്ഷിണ കൊറിയയുടെ സൺ ഹാങ് മിൻ, ലോകത്തെ വിസ്മയിപ്പിച്ച കൊളംബിയൻ താരം ജെയിംസ് റോഡ്രിഗസ് എന്നിവരും തങ്ങളുടെ അവസാന ലോകകപ്പിലൂടെയാണ് കടന്നുപോകുന്നത്. സ്വന്തം മണ്ണിൽ മെക്സിക്കോയ്ക്കായി വലകാക്കാൻ ഇറങ്ങുന്ന 40-കാരനായ ഇതിഹാസ ഗോൾ കീപ്പർ ഗില്ലർമോ ഒച്ചോവയ്ക്കും ഇത് വിടവാങ്ങലിന്റെ ലോകകപ്പാണ്. ഈ ലോകകപ്പ് അവസാനിക്കുമ്പോൾ ഫുട്ബോൾ ലോകത്തൊരു വലിയ നിശബ്ദത ബാക്കിയാവും. പല പ്രമുഖ താരങ്ങളും തങ്ങളുടെ ബൂട്ട് അഴിച്ചു വെക്കും. മൈതാനങ്ങൾ അവരുടെ വിടവാങ്ങലിന്റെ വിങ്ങലിൽ വിതുമ്പും. എന്നാൽ അവരീ കളം വിട്ടാലും അവർ തന്ന സുന്ദരമായ നിമിഷങ്ങൾ കളിപ്രേമികളുടെ മനസ്സിൽ എന്നും പച്ചപിടിച്ചു നിൽക്കും. കഴിഞ്ഞ 2 പതിറ്റാണ്ട് കാലം നമ്മളെ സന്തോഷിപ്പിച്ച ഈ ഇതിഹാസങ്ങൾക്ക് നന്ദി പറയാൻ കൂടിയുള്ളതാണ് ഈ ലോകകപ്പ്. കാൽപന്തിന്റെ കാൽപ്പനിക വേദികളിൽ അത്രമേൽ മനോഹരമായ ഒരു അധ്യായം നമുക്കായി സമ്മാനിച്ചവരാണ് കുപ്പായം അഴിച്ചു വെക്കാൻ ഒരുങ്ങുന്നത്. ഈ ഇതിഹാസങ്ങളിൽ ആരുടെ വിടവാങ്ങലാണ് നിങ്ങളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നത്?